സ്വാഗതം പ്രിയരെ, ഗുഡ് മോർണിംഗ്. പ്രഭാത ടാരോ റീഡിലേക്ക് ഞാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായ പ്രദീപ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ടാരോയോട് ചോദിക്കുന്നത് എന്ത് കാര്യമാണ് ഞാനിന്ന് പ്രതീക്ഷിക്കേണ്ടത്, എന്ത് കാര്യമാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, രണ്ടാമത് എന്ത് കാര്യത്തിലാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന രണ്ട് യൂണിവേഴ്സ് മെസ്സേജാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത്, നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാർഡാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റോൺ നിങ്ങൾ കാണാൻ പറ്റും. ഇത് പണ്ട് കാലത്ത് അറ്റ്ലാന്റിസിൽ ഉപയോഗിച്ചിരുന്ന എനർജിയുടെ ഒരു ഇതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ആ സ്റ്റോണിൻ്റെ ഇത് കാണാം. ഇതിൻ്റെ മുകളിൽ ഒരു ഫാദർ അല്ലെങ്കിൽ മദർ, നമുക്ക് കൃത്യമായിട്ട് അന്ന് കാലത്ത് ആളുകൾ മുടി നീട്ടി വളർത്തുന്നതുകൊണ്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. രണ്ട് പെൺകുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എന്താ പറയുക, ഓപ്പൺ അപ്പ് ടു ലേൺ ദെൻ സ്പ്രെഡ് ദ നോളജ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കാര്യത്തിൽ നമുക്ക് പറയുന്നത്, തീർച്ചയായിട്ടും പുതിയ അറിവുകൾ നേടാൻ അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ വരാൻ അല്ലെങ്കിൽ പുതിയ നമ്മൾ ആഗ്രഹിക്കുന്നൊരു എന്താ പറയുക ഒരു സന്ദേശമോ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യതയുള്ള ദിവസമാണ് ഇന്നും സമീപ ദിവസങ്ങളിലും. അപ്പോൾ അതിനുവേണ്ടി ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് ഈ കാർഡ് നമ്മളോട് പറയുന്നത്. എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് രണ്ടാമത്തെ കാർഡ് ചോദിച്ചപ്പോൾ കണ്ടൻമെൻറ്റ് എന്ന് പറയുന്ന കാർഡാണ്. കണ്ടൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ സന്തോഷവാനായിരിക്കുക എന്നൊരു കാർഡാണ്. ഫുൾഫിൽമെൻറ്റ് എന്ന് പറയും. ബി കണ്ടൻറ്റ് ആസ് യു ആർ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡ് നമ്മൾ എന്താണെന്ന് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും നമ്മളുള്ള ആ ഒരു എനർജിയിൽ ഇത് മതി എനിക്കെന്ന് പറഞ്ഞ് ഒരിക്കലും എന്താ പറയുക അങ്ങനെ ഇരിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസയർ ചെയ്യണം. ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്ന മാതിരി നല്ല കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, ഇങ്ങനെ മതി എന്ന് വിചാരിക്കരുത്. നല്ലൊരു ജീവിതം ആഗ്രഹിക്കൂ, നല്ല ജീവിതം അട്രാക്റ്റ് ചെയ്യൂ. നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നമുക്ക് വൈകിട്ട് കാണാം.